മിക്സ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കൂട്ടുകാരെ, ഇന്ന് ഞാനൊരു അടിപൊളി കൃഷിത്തോട്ടം കാണിക്കാൻ പോവാണ്. ഇതാ കണ്ടോ, ഇതാണ് സംഭവം. ചേനക്കൃഷി, അടിപൊളി ചേനക്കൃഷിയാണ്, കാണേണ്ടത് തന്നെയാണ് കേട്ടോ. കുറച്ച് ഇഞ്ചി നട്ടിട്ടുണ്ട്, ഒരു പാർട്ടി നട്ടിരിക്കുന്നതാണ് ഇത്. കണ്ടോ, കുറച്ച് ഇഞ്ചിയുണ്ട്, അതും സൂപ്പറാണ്. എന്നാൽ കാണേണ്ടത് ചേന തന്നെ, ചേനത്തോട്ടം. നോക്ക് നോക്ക് നോക്ക്, കണ്ടോ, അങ്ങ് ദൂരേക്ക് കിടക്കുകയാണ് സംഭവം. അടിപൊളി കൃഷിയാണ്. ചേനയുടെ പണിയെല്ലാം തീർത്തിരിക്കുകയാണ്. ഇനി ഇവർക്ക് ഇത് പറിച്ചു കൊടുക്കേണ്ടതേ ഉള്ളൂ. ഇഞ്ചിയുടെയും പണി ശരിക്കും നടന്നുകൊണ്ടിരിക്കുന്നു. അതിനും 1-2 വളം കൊടുത്തിട്ടുണ്ട്. കണ്ടോ, ഇനി ഒരു 2 വളം കൂടെ കൊടുത്താൽ ഇഞ്ചിയും പറിക്കാം. എന്നാൽ ചേനയ്ക്ക് എല്ലാ പണിയും തീർന്നതാണ്. അതിന് കൊടുക്കേണ്ട വളം എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇനി അത് പറിച്ചാൽ മതി. ഈ മാസം തന്നെ പറിക്കാം. അത്യാവശ്യം വിലയും കിട്ടും. ഇപ്പോൾ ഏതാണ്ട് 60 രൂപ മേലെ വിലയുണ്ട്. കണ്ടോ, നല്ല സൂപ്പർ ചേന കേട്ടോ. വീഡിയോയിൽ കാണുന്ന പോലൊന്നുമല്ല, നല്ല തടിച്ച തണ്ടാണ് ഇതിൻ്റെ. അപ്പോൾ അതിൻ്റെ ഉള്ളിലും നല്ല ചേനയായിരിക്കും ഉണ്ടായിരിക്കുന്നത്. കണ്ടോ, നല്ല പുട്ടുംപൊടി പോലത്തെ മണ്ണാണ്. ഒറ്റ കല്ല് പോലും ഇല്ലാത്ത സ്ഥലത്താണ് ഇവർ ഈ കൃഷി ചെയ്തിരിക്കുന്നത്. ഇവിടുന്ന് ഒരു 2-3 കിലോമീറ്റർ ദൂരെയുള്ള ആളുകളാണ് ഇവിടെ വന്ന് ചെയ്തേക്കുന്നത് കേട്ടോ. ഈ തൊട്ടടുത്തല്ല താമസിക്കുന്നത്. എന്നാൽ പണി ചെയ്യേണ്ടത് കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ട്. കണ്ടോ, മണ്ണെല്ലാം കൂട്ടി സംഭവം ഇനി പറിച്ചാൽ മതി. ഇത് ഒത്താലൊരു പൈസ കിട്ടും. കണ്ടോ, എന്തോരം സ്ഥലത്താണെന്നറിയോ, ഏതാണ്ട് 1.5 ഏക്കർ സ്ഥലത്താണ് ഈ കൃഷി ചെയ്തിരിക്കുന്നത്. 1.5 ഏക്കർ ചേനയാണ്. കണ്ടോ കണ്ടോ, ദൂരേക്ക് നോക്കിയേ, കണ്ടോ, സൂപ്പർ ചേന. കണ്ടോ, പ്രദേശം മുഴുവൻ ചേനയാണ്. നല്ല തെളിഞ്ഞ സ്ഥലവും. ഇതിനുള്ളിൽ ഒരൊറ്റ കൃഷി പോലും ഇല്ല. തെങ്ങോ കവുങ്ങോ അങ്ങനെയുള്ള കൃഷി ഒന്നുമില്ല. ചേന വയ്ക്കുന്നിടത്ത് മൊത്തം അത് ചേന മാത്രം. അതിൻ്റെ അങ്ങേ സൈഡിൽ കുറച്ച് ഇഞ്ചിയുണ്ട്. എന്നാലും ചേന അങ്ങനെ നിരന്ന് നിൽക്കുന്നുണ്ടോ. കണ്ടോ, ഇത് ഒത്തു കിട്ടിയുണ്ടല്ലോ. ഈ കൃഷി സൂപ്പർ പരിപാടി കേട്ടോ. ഇതിന് പ്രത്യേകിച്ച് കേടൊന്നുമില്ല. പിന്നെ കാട്ടുമൃഗങ്ങളുടെ ശല്യം ഇല്ലെങ്കിൽ സംഗതി വിജയം തന്നെയാണ്. ഇവിടെ അങ്ങനെയൊന്നും വരികയില്ല. ഇതൊരു ടൗണിൻ്റെ അടുത്ത പ്രദേശമാണ്. ബസ്സും മറ്റു വാഹനങ്ങളൊക്കെ പോകുന്ന കണ്ടില്ലേ. കണ്ടോ, ഇതിനടിയിൽ കൂടെ ഞാനൊരു വീഡിയോ എടുത്തതാണ്. ഇതിൻ്റെ അടിത്തണ്ടുകളെല്ലാം കാണാം, ഇതിൻ്റെ ഉള്ളിലേക്ക് കാണാം. കണ്ടോ, ദൂരേക്ക് നോക്കിയേ. കാര്യം ഇവർ കുറച്ച് കാശ് മുടക്കിയിട്ടുണ്ട്, എന്നാലും അതിനുള്ള മൂല്യം ഇവർക്ക് കിട്ടും. ഈ ചേനാട്ടൻ്റെ സൈഡിൽ തന്നെ ഒരു നഴ്സറി ഉണ്ട്, അതാ ഇപ്പോൾ കണ്ടത്. ഇതുപോലുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വെറുതെ ഇട്ടേക്കരുത് കേട്ടോ. നമ്മളിതെല്ലാം കൃഷി ചെയ്യേണ്ടതാണ്. ഇതെല്ലാം കൃഷി ചെയ്തിട്ട് ഇതിൻ്റെയൊക്കെ ഫലങ്ങൾ എടുക്കുക. ചേമ്പ്, ചേന, കാച്ചിൽ, കപ്പ, ഇതൊക്കെ നമുക്ക് നടാം. വിഷമില്ലാത്ത ഉൽപ്പന്നങ്ങളൊക്കെ നട്ടുണ്ടാക്കി നമുക്ക് ഭക്ഷിക്കാം, ബാക്കി നമുക്ക് വിൽക്കാം. അരിയാഹാരം മാത്രം നമ്മൾ കഴിച്ചാൽ പോരല്ലോ. ഇതുപോലുള്ള കിഴങ്ങ് വർഗ്ഗങ്ങളൊക്കെ നമുക്ക് കഴിക്കാം. ഇതൊക്കെ നമ്മുടെ ശരീരത്തിന് ആവശ്യമാണ്. ഇതൊന്നും മായമില്ലാത്ത കിഴങ്ങ് വർഗ്ഗങ്ങളാണ്. ഉണ്ടോ, അങ്ങനെ നിരന്ന് കിടക്കുകയാണ് ചേനത്തോട്ടം. അടിപൊളി ചേനത്തോട്ടം. ഒരു ചേനയൊക്കെ ഉണ്ടായുണ്ടല്ലോ 500 രൂപയൊക്കെ കിട്ടും.
കാരണം ഞാനൊരു ചേന വിത്തിന് വേണ്ടി കടയിൽ നിന്ന് മേടിച്ചതാണ്. 500 രൂപയായി 10 കിലോ. അന്ന് 50 രൂപയായിരുന്നു 2 കൊല്ലം മുമ്പ്. കാച്ചിൽ നട്ടാലും പൈസയാണ്, നമുക്ക് തിന്നുകയും ചെയ്യാം. ഞാൻ കഴിഞ്ഞ കൊല്ലം മേടിച്ചതാണ് 60 രൂപ വിലയ്ക്കാണ് പിന്നെ കടയിൽ നിന്ന് മേടിച്ചത് കാച്ചിൽ. കാച്ചിലും സൂപ്പർ സാധനമാണ്. അതും ഒരു 10 കിലോ 15 കിലോ ഒക്കെ ഉണ്ടാവും ഒരു കുഴി. കാച്ചിലും നട്ടു കൊടുക്കാം, ചേമ്പും നടാം, ചേനയും നടാം. ഇതെല്ലാം നമുക്ക് നട്ട് പറിക്കാൻ പറ്റുന്ന സ്ഥലം ഉണ്ടെങ്കിൽ സൂപ്പറായിട്ട് കൃഷി ചെയ്യാം. ഇതുപോലുള്ള കിഴങ്ങ് വിളകൾ നമ്മൾ കുറച്ച് നാൾ കൊണ്ട് നമുക്ക് അതിൻ്റെ വിളവ് കിട്ടും. 6 മാസം കൊണ്ട് നമുക്കിതിൻ്റെ വിളവെടുക്കാം. 6 മാസം കാത്തിരുന്നാൽ മതി, നമ്മൾക്ക് ഈ കിഴങ്ങുകൾ പറിച്ച് നമുക്ക് തിന്നാം. അടിവളമായിട്ട് ചാണകപ്പൊടി കൊടുക്കുക, പിന്നെ ഒരു 2-3 രാസവളം കൊടുത്താൽ ഇത് വിളഞ്ഞു കിട്ടും. അപ്പോൾ കൂട്ടുകാരെല്ലാം ചേനത്തോട്ടം കണ്ടല്ലോ അല്ലേ? ചേനക്കൃഷി ചെയ്യാൻ താല്പര്യമുള്ളവരൊക്കെ ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാൻ വീഡിയോ നിർത്താൻ പോവാണേ. മറ്റൊരു വിഷയമായിട്ട് ഞാൻ വീണ്ടും വരും. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എനിക്ക് സപ്പോർട്ട് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ബായ്.